ഹലോ. അപ്പോൾ മരണ വീട്ടിൽ പോയിട്ട് ചിരിക്കുക, അതായത് നമ്മൾ മരണ വീട്ടിൽ പോകണമെങ്കിൽ നമുക്ക് അറിയണമല്ലോ ആളെ, വെറുതെ പോയില്ലല്ലോ. അപ്പോൾ അവരറിയണമ്പോൾ നമുക്കൊരു സങ്കടം വരും. അപ്പോൾ ഒരു വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പോയ ഒരാളെ നമുക്ക് കാണാം കേട്ടോ. അതായത് വലിയ അടുപ്പമൊന്നുമില്ല, പക്ഷെ എന്നാൽ ഒരുമിച്ച് അഭിനയിച്ചെന്നുള്ള അടുപ്പമുള്ളൂ. പക്ഷെ അതൊരു നമുക്കൊരു കണ്ണീര് വരണം, നമുക്കൊരു മുഖമെങ്കിലും നമുക്കൊരു ഒരു ചുളിവെങ്കിലും വരില്ലേ, ഒരു സങ്കടം വരില്ലേ, അതില്ല. അപ്പോൾ ഇതാണ് ഈ ഡോക്ടർ ബിന്നിയുടെ യഥാർത്ഥ ക്യാരക്ടർ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരുടെ ഒരു വിഷമം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല. ഇതിനെയാണ് ആര്യം വന്നത് പ്യുവർ സോൾ എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു കുറ്റം പറയല്ല, അതായത് ഒരു മര്യാദ. ഡോക്ടർ എങ്ങനെയായി, ചൈന ഡോക്ടറാണ്, അത്ര പറയുള്ളൂ, അതിന് മേലെ ഒന്നും പറയാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് അനുവിന് എന്താ ഇവിടുത്തെ വിദ്യാഭ്യാസം എന്തേ അറിയില്ലാന്ന്. അപ്പോൾ ഡോക്ടറായിട്ട് അവൾക്ക് വിറ്റാമിൻ ഇ ബിയോ എന്തോ ചോദിച്ചപ്പോൾ അവൾക്ക് അറിയില്ലല്ലോ, അതൊന്നും കുറ്റം പറയാത്ത. ഡോക്ടറാകുമ്പോൾ അറിയണ്ടേ. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം, അതായത് നമ്മളിപ്പോൾ ഒരാൾക്ക് ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയാൻ പാടില്ല. അപ്പോൾ ഡോക്ടറിന് അത്രയും സ്ഥാനമുണ്ട് ഒരാളുടെ ലൈഫിൽ. നമുക്കൊരു ഇത് പോകുമ്പോൾ ആ ഡോക്ടർ തന്നെ ഒരു അതിൻ്റെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അതിനാരും ചൂണ്ടിക്കാണിക്കുന്നില്ല. അപ്പം പെട്ടെന്ന് അനു പറഞ്ഞ സാടിയുള്ള ഒരു അത് പെട്ടെന്ന് ആ സമയത്തിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം കിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ബിന്നിക്ക് അറിയാമായിരിക്കും, ആ സംഭവങ്ങൾ കിട്ടിയില്ല. പക്ഷെ അത് അനുവിനെ മാത്രം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഓക്കെ, ഇതിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് സത്യമായിട്ടിട്ട് നമ്മളൊന്നും, അതായത് ഈ ഒരു ക്യാരക്ടർ ആദ്യം വന്ന് പ്യുവർ സോളാന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല ഷീസ് നോട്ട് റൈറ്റ് പേഴ്സൺ എന്ന് ഞാൻ പറയുന്നത്. അത് കാരണം ഇത് പറയാനുള്ള കാരണം നമ്മളൊന്നും പറയില്ലായിരുന്നു, പക്ഷേ പറയാനുള്ള കാരണം അത്രയും വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് PR ഇല്ല എന്ന് പറഞ്ഞിട്ട്. PR കൊണ്ട് കരയും, നമുക്കൊന്നും PR ഇല്ലാണ്ട് PR ഉള്ളത് കൊണ്ട് മാത്രം നിൽക്കുന്ന കുറേ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് കരയുക. എന്തിനാണത്? അത് ബിന്നിക്ക് PR ഉണ്ട്, കാരണം അത്രയും ബിന്നിയുടെ ക്യാരക്ടേഴ്സ്, ബിന്നിയുടെ ഈ ഗീതാഗോവിന്ദം എന്ന് പറഞ്ഞ സീരിയൽ ആരാ കണ്ടിരിക്കുന്നത്? കുറേ പേര്, അതായത് അനുമോളുടെ സ്റ്റാർ മാജിക് എത്ര കണ്ടിട്ടുണ്ടോ? ഇല്ല. ബിന്നിയുടെ കുറേ ഫാൻസ് പേജസ് ഞാൻ കാണുക, ഇഷ്ടംപോലെ ഫാൻസ് പേജ്. ബിന്നി ഫാൻസ് പേജ് 1 ബാറ്റ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ആര് ഉണ്ടാക്കും? ബിന്നി എന്ന പോലെ ഒരു ക്യാരക്ടർക്ക് ആര് ഫാൻസ് പേജ് ഉണ്ടാക്കും? നല്ല പ്യുവർ PR നടന്നിട്ടുണ്ട്, ഉറപ്പായിട്ടും. എന്നിട്ട് ജയിക്കാൻ പറ്റിയില്ല, എന്നിട്ട് അനുമോൾ PR കൊണ്ട് ജയിച്ച് പറഞ്ഞിട്ട് വന്നിരുന്ന് പറയുന്നത്, അതായത് അനുമോളെ അങ്ങ് താറടിച്ച് കാണിക്കണം. അപ്പോൾ ഇതാണ് ഇതൊക്കെ കർമ്മ തിരിച്ച് കിട്ടുകയാണ്. കാരണം ഇതൊക്കെയാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്ന് ജനങ്ങളെ അറിയാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ എത്തിച്ചേരും. ഓക്കെ, അത് ഫസ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക, തെറ്റുകൾ തിരുത്തുക. നീ ആയാലും നിങ്ങളായാലും അനുമോളായാലും. ഓക്കെ, താങ്ക് യു.